ഹലോ. ഈ അടുത്ത് ലോക സിനിമ കണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, അതുപോലെ ഒരു സൂപ്പർ പവർ ഉണ്ടായിരുന്നെങ്കിൽ എത്ര അടിപൊളിയായേനെ. ഇപ്പോൾ ലോക സിനിമ മാത്രമല്ല, നമ്മൾ പലപ്പോഴായിട്ട് പല സൂപ്പർ ഹീറോ മൂവീസും കണ്ടിട്ട് ഒരിക്കലെങ്കിലും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും അതുപോലൊരു സൂപ്പർ പവർ കിട്ടിയിരുന്നെങ്കിൽ. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മളെല്ലാവരും ജനിച്ചിട്ടുള്ളത് തന്നെ ഒരു വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള, നമ്മൾ റിയലൈസ് പോലും ചെയ്യാത്ത ഒരു സൂപ്പർ പവറുമായിട്ടാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ഉറക്കം, അവർ സ്ലീപ്പ്. നമ്മളൊരു ദിവസം തുടങ്ങുന്നത് ഒരു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാണ്. അതുപോലെ തന്നെ ഒരു ദിവസം അവസാനിപ്പിക്കുന്നതും ഒരു ഉറക്കത്തിലേക്കാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ ഒരു സൂപ്പർ പവർ എന്നൊക്കെ പറയുന്നതിനോട് അടുപ്പിച്ച് വയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്? നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഹൗ സ്ലീപ്പ് ഈസ് അവർ അണ്ടർ റേറ്റഡ് സൂപ്പർ പവർ. അതുകൂടാതെ നമ്മൾ ഈ ഉറക്കം ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഭയങ്കര ലക്ഷറി ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ഒരു ജനറേഷനിലുള്ള ആൾക്കാരും അതുപോലെ തന്നെ നമ്മുടെയൊക്കെ വളർന്നു വരുന്ന ജനറേഷനിലുള്ള ആൾക്കാരെന്ന് പറയുന്നത് ഉറക്കം വളരെ ഒട്ടും പ്രയോറിറ്റൈസ് ചെയ്യാതെ, അല്ലെങ്കിൽ പ്രയോറിറ്റി കൊടുത്താൽ പോലും ഉറങ്ങാൻ കഴിയാതെ അങ്ങനെ പെട്ടുപോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് ഉറക്കത്തിൻ്റെ കാര്യങ്ങൾ എങ്ങനെ ഫിക്സ് ചെയ്യാം, ഈ ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ എന്തൊക്കെ ടിപ്സ് ഉപയോഗിച്ച് ഫിക്സ് ചെയ്യാം, എന്താണ് ബേസിക്കലി ഉറക്കം എന്നുള്ളതിനൊക്കെ പറ്റി ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഹൗ സ്ലീപ്പ് ഈസ് അവർ അണ്ടർ റേറ്റഡ് സൂപ്പർ പവർ, ലെറ്റ് മീ ടെൽ യു. വെൽക്കം ടു മൈ ചാനൽ ഹിപ്നോട്ടൈസ് ഹ്യൂമൻസ്. നമ്മൾ ഈ ചാനലിൽ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അതായിരിക്കും ഈ ചാനലിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ വൈ സ്ലീപ്പ് ആസ് എ ഫസ്റ്റ് വീഡിയോ? എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും റിലേറ്റബിളായിട്ട് വളരെ നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കായിട്ടാണ് എനിക്ക് സ്ലീപ്പ് എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരുപാട് പേര് അവോയ്ഡ് ചെയ്യുന്ന, ഡിപ്പെൻസ് ഓൺ പീപ്പിൾ സിറ്റുവേഷൻ. ചിലർ മനഃപൂർവ്വം സ്കിപ്പ് ചെയ്യുന്നു, ചിലവർ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി സ്കിപ്പ് ചെയ്യുന്നു, ചിലവർ അതിൻ്റെ വാല്യൂ മനസ്സിലാക്കിയിട്ടും അവർക്കത് നന്നായിട്ട് അക്വയർ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ പല ആസ്പെക്ട്സ് ഉള്ള ഒരു കാര്യമാണ്. റിലേറ്റബിൾ ആയിട്ടുള്ള, പല ആൾക്കാർക്കും പല രീതിയിൽ റിലേറ്റബിൾ ആയിട്ട് ഉള്ള ഒരു ആസ്പെക്റ്റ് ഉള്ള ഒരു കാര്യമാണ് ഈ സ്ലീപ്പ് എന്ന് പറയുന്നത്, ഉറക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങുന്നത്, എൻ്റെ ലൈഫിൽ തന്നെ എനിക്ക് ഈ ഉറക്കം റിലേറ്റഡ് ആയിട്ട് എൻ്റെ ലൈഫിൽ തന്നെ ഉണ്ടായ ഒരു കാര്യം വെച്ചിട്ടാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ കൊറോണ സംബന്ധിച്ച് ലോക്ക്ഡൗൺ വന്ന സമയത്ത്, കൃത്യമായിട്ട് പറഞ്ഞാൽ ഞാൻ എൻ്റെ കോളേജ് എല്ലാം കഴിഞ്ഞ് ജോലിയിലേക്ക് കടന്ന് ജോലി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം. അപ്പോൾ ഫസ്റ്റ് ലോക്ക്ഡൗൺ വന്ന് വരുന്നത് വരെ എൻ്റെ ലൈഫ് എന്ന് പറയുമ്പോൾ, രാവിലെ എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു, വൈകുന്നേരം വരുന്നു, എന്തെങ്കിലും ഔട്ടിങ്സ് അല്ലെങ്കിൽ രാത്രിയിൽ എന്തെങ്കിലും ഉറങ്ങുന്നതിന് മുന്നുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നു. ഏകദേശം ഒരു 10 മണി 10:30 ഉറങ്ങാൻ കിടക്കുന്നു. രാവിലെ ഒരു 6 മണി 6:30 എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു ലോക്ക്ഡൗണിന് മുന്നേ വരെയുള്ള എൻ്റെ ഒരു ലൈഫ്. അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു കൺസിസ്റ്റൻറ്റ് സ്ലീപ്പ് സൈക്കിൾ. വലിയ മാർജിനിലൊരു വ്യത്യാസങ്ങളില്ലാതെ ഒരു പ്രോപ്പർ ടൈമിങ്ങിന് ഉറങ്ങാൻ കിടക്കുന്നു, പ്രോപ്പർ ടൈമിങ്ങിന് ഉറക്കം എഴുന്നേൽക്കുന്നു. അങ്ങനെ ഒരു കൺസിസ്റ്റൻ്റായിട്ട് പോകുന്ന ഒരു ലൈഫ്. അപ്പോൾ ഈ ലോക്ക്ഡൗൺ വന്നതിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പിറ്റേ ദിവസം എഴുന്നേറ്റ് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അപ്പോൾ എവിടെയും പോകാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നുമില്ല. ഇപ്പോൾ ഉച്ചയ്ക്ക് എഴുന്നേറ്റാലും വൈകുന്നേരം എഴുന്നേറ്റാലും ഒക്കെ ഒരുപോലെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമ്മൾ പതുക്കെ ഈ ഉറക്കത്തിൻ്റെ ഒരു സൈക്കിൾ തന്നെ തെറ്റിക്കാൻ തുടങ്ങി. അതായത് ആ കൺസിസ്റ്റൻസി വിടാൻ തുടങ്ങി. അപ്പോൾ
ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കൂടുതൽ അത് ഒരു തരത്തിൽ എനിക്കതൊരു അഡ്വാൻറ്റേജുമായി, മറ്റൊരു തരത്തിൽ അതൊരു ഡിസഡ്വാൻറ്റേജുമായി. ഞാൻ കൂടുതൽ വെബ് സീരീസ്, മിക്ക ആൾക്കാരെയും പോലെ ഞാനും വെബ് സീരീസുകൾ കൂടുതൽ ഇൻ്റർനാഷണൽ ഫിലിംസ് ഇതുപോലെയൊക്കെ ഇരുന്ന് കാണാൻ തുടങ്ങി. അപ്പോൾ ഈ പറയുന്ന പോലെ 2 മണി 3 മണി, പകൽ 2 മണി 3 മണിയൊക്കെ ആവും ഉറങ്ങാൻ. പിന്നെ ഉറക്കം എഴുന്നേൽക്കാൻ ആൾമോസ്റ്റ് ഒരു 2 മണി 1 മണി 2 മണി ഉച്ചയ്ക്കാണ് എഴുന്നേൽക്കുക. എനിവേ നമ്മുടെ ഒരു മിനിമം സ്ലീപ്പ് ടൈമിംഗ് എന്ന് പറയുന്ന ഒരു 6 to 7 മണിക്കൂറുള്ള ഉറക്കം പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ ആ ഒരു കടന്നുറങ്ങുന്നതിൻ്റെ ഒരു ടൈമിങ് തെറ്റിപ്പോയി. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്നതിന് ശേഷം ലോക്ക്ഡൗൺ അവസാനിച്ചു. ഇപ്പോൾ ലോക്ക്ഡൗൺ അവസാനിച്ചപ്പോൾ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ആ ഒരു ഉറക്കത്തിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, ഒരു പകൽ 2 മണി 3 മണി, മിനിമം 1 മണിയാണ്. അപ്പോൾ ലോക്ക്ഡൗൺ തീർന്നതിന് ശേഷം ജോലിക്ക് തിരിച്ചു കയറി വീണ്ടും പഴയ സൈക്കിളിലോട്ട് പോകുന്നല്ലോ. അപ്പോൾ പഴയ സൈക്കിളിലോട്ട് പോകുമ്പോൾ നമ്മുടെ ബ്രെയിനിനൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ കുറച്ച് ദിവസത്തേക്കൊരു ഒരു 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 കാര്യം കണ്ടിന്യൂസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബ്രെയിൻ അത് പിന്നെ അതിനോടനുബന്ധിച്ച് ബ്രെയിൻ വർക്ക് ചെയ്യും. അപ്പോൾ ഈ 9:30 10 മണി 10:30 കടന്നു കഴിഞ്ഞാൽ ഉറക്കം വരില്ല. പിന്നെ അതുമല്ല, നമുക്ക് ഈ ഇതുപോലത്തെ സീരീസ് അതുപോലത്തെ കാണാനുള്ള ടെൻഡൻസി. അപ്പോൾ അങ്ങനെ വീണ്ടും സീരീസുകൾ കാണാൻ തുടങ്ങുന്നു. പിന്നെ ഈ പറയുന്ന പോലെ 1 മണി 2 മണിയൊക്കെ ആവും കിടക്കാൻ. പിറ്റേ ദിവസം ജോലിയുണ്ട്. അപ്പോൾ സമയത്ത് ചെന്നില്ലേ ജോലി തീർക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഫോഴ്സ്ഫുള്ളി അലാറം വെച്ച് ഉറക്കം മതിയാവാതെ ഉറക്കം കട്ടാക്കി എണീക്കുന്നു. ആ ഒരു ഡീപ്പ് സ്ലീപ്പ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലൊന്നും എത്താതെ എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു. അപ്പോൾ ഈ ലോക്ക്ഡൗൺ തീരുന്നതിന് മുന്നേ ഒരു കൺസിസ്റ്റൻറ്റ് സ്ലീപ്പ് കിട്ടി, നമ്മൾ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാതെ പോയിരുന്നപ്പോൾ ലോക്ക്ഡൗൺ തീർന്നതിന് ശേഷം ഈ ഇനഫ് സ്ലീപ്പ് കിട്ടാതെ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾമോസ്റ്റ് എൻ്റെ ക്യാരക്ടറിനെ തന്നെ ബാധിച്ചു എന്ന് വേണം പറയാൻ. അതായത് വർക്കിന് വളരെ ലേറ്റായിട്ട് എത്തുന്ന സംഭവങ്ങൾ, അതുപോലെ തന്നെ ഇനിയിപ്പോൾ നേരത്തെ എത്തിയാലും ഉറക്കം സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ഭയങ്കര ലോ എനർജി, പിന്നെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഈ ദേഷ്യം വരുന്ന അവസ്ഥ. അപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മൾ ഈ ചെറിയ കാര്യങ്ങൾ പോലും ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവുന്നൊരവസ്ഥ. അപ്പോൾ നമ്മുടെ ഒരു ക്യാരക്ടർ, നമ്മുടെ ഒരു ഡെയിലി ലൈഫിനെ തന്നെ ബാധിക്കാൻ തരത്തിൽ ഈ ലോക്ക്ഡൗണിൻ്റെ ഒരു എഫക്റ്റിൽ എൻ്റെ ഈ സ്ലീപ്പ് സൈക്കിൾ തെറ്റിയത് കാരണം മൊത്തം എൻ്റെ ലൈഫിനെ തന്നെ ബാധിച്ച പോലൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ അത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയൊരു നമ്മളെല്ലാവരും ഭയങ്കര അണ്ടർ റേറ്റഡ് ആക്കി കളയുന്ന, ഈ അണ്ടർ റേറ്റഡ് എല്ലാവർക്കും അതുപോലെ ആണോ എന്നറിയില്ല, എങ്കിൽ കൂടെ മിക്കപ്പോഴും ആൾക്കാർ ഒട്ടും പ്രയോറിറ്റൈസ് ചെയ്യാത്ത ഒരു സംഗതിയാണ് ഈ ഉറക്കം. അപ്പോൾ ആ ഒരു ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലൈഫിനെ തന്നെ ബാധിക്കാൻ തരത്തിൽ അത്രയും കേപ്പബിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഒരു പ്രോപ്പർ സ്ലീപ്പ് സൈക്കിൾ ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിൽ സ്ലീപ്പ് സൈക്കിൾ തെറ്റിച്ച് വീണ്ടും ആ ഒരു പഴയ സ്ലീപ്പ് സൈക്കിൾ വീണ്ടെടുക്കാൻ അത്രയും ഡിഫിക്കൽട്ടായതിനെ തുടർന്ന് എൻ്റെ ലൈഫിൽ ബാധിച്ച ഒരു കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും ഈ ഉറക്കം എങ്ങനെ അവരവരെ ബാധിക്കുന്നു എന്നുള്ളത് അവരവരുടെ സിറ്റുവേഷനെ ബേസ് ചെയ്തിരിക്കും. അപ്പോൾ ബേസിക്കലി ഉറക്കം എന്ന് പറയുന്നത് നമുക്കങ്ങനെ വളരെ നിസ്സാരമായിട്ട് സ്കിപ്പ് ചെയ്ത് കളഞ്ഞ്, അല്ലെങ്കിൽ അതിനൊട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കാതെ മാറ്റി നിർത്തപ്പെടേണ്ട ഒരു ഇപ്പോൾ ജനറലൈസ് ചെയ്ത് വരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ ഒരു ഉറക്കം സാക്രിഫൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഉറങ്ങാതെ ദിവസങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക, അല്ലെങ്കിൽ പലപ്പോഴും ചെറിയ അല്ലെങ്കിൽ വളരെ കുറച്ച് സമയം മാത്രം ഉറങ്ങി ലൈഫിൽ മുന്നോട്ട് പോവുക എന്നുള്ളത് ഇപ്പോൾ വളരെ ജനറലൈസായി വന്ന ഒരു കാര്യം പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഉറക്കം ദാറ്റ് വെരി മച്ച് മാറ്റേഴ്സ്. ഉറക്കം ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് എന്നുള്ളതാണ് എൻ്റെ ലൈഫിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം. അതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മളെല്ലാ കാര്യങ്ങളുടെയും ഒരു ബേസ് മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ ബേസിക്കായിട്ട് എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ കുറച്ചുകൂടി ഈസിയാണ്. കുറേ കാര്യങ്ങൾ നമുക്ക് പ്രാക്ടിക്കലൈസ് ചെയ്യാൻ അതിൻ്റെ ബേസ് മനസ്സിലാക്കിയാൽ കുറച്ചുകൂടി ഈസിയാണ്.
അപ്പോൾ ബേസിക്കലി എന്താണ് ഉറക്കം, അല്ലെങ്കിൽ എന്താണ് അവിടെ നടക്കുന്ന ഒരു പ്രോസസ്സ് എന്താണ്? നമുക്കറിയാം, നമ്മുടെ നമ്മുടെ ഭൂമിയിൽ ഒട്ടുമിക്ക ജീവികൾക്കും ഈ ഉറക്കം എന്ന് പറയുന്ന ഒരു പ്രോസസ്സുണ്ട് അല്ലേ. ഇപ്പോൾ പക്ഷികളായാലും മൃഗങ്ങളായാലും ഇപ്പോൾ മനുഷ്യരായാലും ഒട്ടുമിക്ക ജീവികൾക്കും അവരുടേതായ ഒരു ഉറക്കം എന്ന് പറയുന്ന പ്രോസസ്സ് അതൊരു ഇന്നവിറ്റബിൾ കാര്യമാണ്. അപ്പോൾ നാച്ചുറൽ തന്നെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ലൈഫിൽ നമ്മൾ ജീവൻ നിലനിർത്തുന്നതിൻ്റെ ഒരു പ്രോസസ്സായിട്ടാണ് ഈ ഉറങ്ങുക എന്ന് പറയുന്നത് തന്നെ എവല്യൂഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത്. ബേസിക്കലി ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ ആക്റ്റീവായി ഇരിക്കുന്നതിൻ്റെ ഒരു 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 റീക്കവറി മോഡാണ് പിന്നീട് വരുന്ന ഉറക്കം എന്ന് പറയുന്നത്. അതായത് നമ്മൾ രാവിലെ തൊട്ട് പിന്നീട് രാവിലെ എണീറ്റത് തൊട്ട് പിന്നീട് ഉറങ്ങുന്നവരെ നമ്മൾ ഫിസിക്കലി ആക്റ്റീവാണ്. അവിടെ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ ആ ഒരു അവേഴ്സിൽ ഉണ്ടാവുന്ന അത്രയും കാര്യങ്ങളുടെ ഒരു റീക്കവറി, അത് നമുക്ക് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിയിലും ഒരുപാട് ഹോർമോണൽ ഇംബാലൻസുകൾ, പിന്നെ സ്ട്രെസ്സ്, ടെൻഷൻ, ഇനി ഫിസിക്കൽ ആക്ടിവിറ്റി, ഇപ്പോൾ ജിമ്മ് പോലെയുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആണെങ്കിൽ മൈനർ മസിൽ ഇഞ്ചുറീസ്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിൽ വരുന്ന എല്ലാ കാര്യങ്ങളുടെയും ഒരു റിക്കവറി മോഡാണ് ബേസിക്കലി ഉറക്കം. അപ്പോൾ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ബ്രെയിൻ, അക്കോർഡിംഗ് ടു ബ്രെയിനിൽ നടക്കുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബ്രെയിൻ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാലും ആക്റ്റീവാണ്. അത് നമ്മുടെ ബ്രെയിനിൽ കാലങ്ങളായിട്ട് വരുന്ന മെമ്മറീസ്, അല്ലെങ്കിൽ ഒരുപാട് ഓർമ്മകൾ, കാര്യങ്ങൾ എല്ലാം ഹാൻഡിൽ ചെയ്തും പിന്നെ ബ്രെയിനിൽ നമുക്ക് വേണ്ടുന്ന ഓർമ്മകൾ മാത്രം നിലനിർത്തിയും വേണ്ടാത്ത മെമ്മറീസ് നമ്മുടെ ബ്രെയിനിൽ നിന്നും ക്ലിയർ ചെയ്തും കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ് നമ്മൾ ഉറങ്ങുമ്പോൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് മൂലം നമുക്ക് ഉണ്ടാവുന്ന സെൽ ഡാമേജസ്, ടിഷ്യൂസ് ഡാമേജസ്, പിന്നെ അതുപോലെ തന്നെ മസിൽ ഡാമേജസ്, അതിനെയൊക്കെ റിപ്പയർ ചെയ്യുന്ന ഒരു പ്രോസസ്സും ഉറങ്ങുമ്പോൾ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം നമ്മളൊക്കെ ജിമ്മിൽ പോയി നമ്മൾ വർക്കൗട്ട് ചെയ്ത് ഏതൊരു ട്രെയിനറോട് ചോദിച്ചാലും പറയും നന്നായിട്ട് റെസ്റ്റ് വേണം, നല്ലൊരു ഉറക്കം വേണം. എങ്കിലാണ് അപ്പോൾ ജിമ്മിന് പോയി നമ്മൾ നടത്തിയ ഫിസിക്കൽ ആക്ടിവിറ്റീസ് റിക്കവറായി കൂടുതൽ മസിൽസ് ബിൽഡപ്പ് ആവും. അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, പ്രതിരോധശേഷി, നമുക്കറിയാം നമ്മുടെ പ്രതിരോധശേഷി എന്ന് പറയുന്നതാണ് നമ്മുടെ ശരീരത്തിനുള്ളിലെ പ്രതിരോധശേഷിയാണ് പല ടൈപ്പ് ഓഫ് ബാക്ടീരിയാസ്, വൈറസസ് ഒക്കെ നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റമാണ് നമ്മുടെ ബോഡിയെ നിലനിർത്തുന്നത്. അപ്പോൾ ഈ പ്രതിരോധശേഷി, പിന്നെ അതുപോലെ തന്നെ ഈ പല തരത്തിലുള്ള ആക്ടിവിറ്റീസ് മൂലം നമ്മുടെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോൺസ് ഉണ്ട്. അപ്പോൾ ഈ ഹോർമോണൽ ഇംബാലൻസ് എല്ലാം ബാലൻസിങ് ആക്കി കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സ്. അപ്പോൾ ഇത്രയും ഒരുപാട് പ്രോസസ്സുകൾ അടുത്ത ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസ് സൈക്കിളിലോട്ട് പോകാനുള്ള ഒരു റിക്കവറി, കാരണം ഇത്രയും ഓരോ കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് അടുത്ത ഒരു സൈക്കിളിലോട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ജീവിതം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം എഴുന്നേറ്റ് നമ്മുടെ അടുത്ത ആക്ടിവിറ്റീസിലേക്കുള്ള ആ ഒരു റിപ്പയറിങ് അല്ലെങ്കിൽ റിക്കവറി എന്ന് പറയുന്ന ഒരു കാര്യം, ഇത്രയും കാര്യങ്ങൾ അവിടെ നമ്മൾ ഉറങ്ങുമ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന, അത്രയും ഒരു റിക്കവറി നടക്കുന്ന ഒരു പീരീഡാണ് ഉറക്കം. അപ്പോൾ എന്താണ് ഉറക്കം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഉറങ്ങുമ്പോൾ സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലെങ്കിൽ കൂടെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ പുറമെ ഉറക്കത്തിൻ്റെ ഇമ്പോർട്ടൻസും അല്ലെങ്കിൽ ഉറക്കത്തിനും പിന്നിലുള്ള സയൻസും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടായിരിക്കും. ഇതെല്ലാം അറിഞ്ഞിട്ടും, അല്ലെങ്കിൽ ഇതെല്ലാം നമ്മുടെ ഉള്ളിലുണ്ടായിട്ടും നമുക്ക് മിക്കപ്പോഴും ഉറങ്ങാൻ പറ്റാറില്ല. അല്ലെങ്കിൽ നമ്മൾ മനഃപൂർവ്വം ആയിട്ടും അല്ലാതെയും നമ്മൾ ഉറക്കത്തെ നന്നായിട്ട് അവഗണിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ അതിൽ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ എൻ്റെ ഒരു ഉറക്കത്തിൻ്റെ സൈക്കിളും
അല്ലെങ്കിൽ ഉറങ്ങാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാനായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത എനിക്ക് റിലേറ്റബിളായിട്ട് തോന്നിയ കുറച്ച് ടിപ്സും അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള സ്റ്റെപ്സും ഞാൻ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് പരീക്ഷിച്ച് നോക്കി. അല്ലെങ്കിൽ ഒട്ടും ഉറക്കം കിട്ടാത്ത ഒരാളാണ്, ഇപ്പോൾ ഉറക്കം വേണമെന്നുണ്ടെങ്കിലും കിടന്നു കഴിഞ്ഞാലും ഉറക്കം വരാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത് കൂടെ ഒന്ന് പരീക്ഷിച്ച് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ഇതിലേറ്റവും ഫസ്റ്റിലെ ഒരു കാര്യമാണ് നമ്മുടെ മെൻറ്റാലിറ്റി. നമ്മുടെ മെൻറ്റാലിറ്റി എന്ന് പറയാൻ ഉദ്ദേശിച്ചത് ഉറക്കത്തിന് കൊടുക്കുന്നൊരു പ്രയോറിറ്റി. ഈ ഉള്ളൊരു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതശൈലി വെച്ച് എത്രത്തോളം അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ എത്രത്തോളം ഉറക്കത്തിനെ അത്രയും പ്രയോറിറ്റി കൊടുത്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ചുരുക്കമായിരിക്കും. ഇതിലെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പ്രയോറിറ്റൈസ് യുവർ സ്ലീപ്പ്. അപ്പോൾ എന്താണ്? അപ്പോൾ നമ്മുടെ ഉറക്കത്തെ തന്നെ നന്നായിട്ട് പ്രയോറിറ്റി കൊടുക്കണം. നമ്മുടെ ഉറക്കത്തിന് പ്രയോറിറ്റി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ പ്രയോറിറ്റി കൊടുക്കുന്ന പോലെയാണ്. നമ്മുടെ പല സാഹചര്യങ്ങൾ മൂലം നമുക്ക് പ്രയോറിറ്റി കൊടുക്കാൻ പറ്റാറില്ല. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മെൻറ്റാലിറ്റി ഉള്ളവരുണ്ട്. നമ്മുടെ കാര്യങ്ങൾ എന്തായാലും കുഴപ്പമില്ല, വേറെ കാര്യങ്ങൾ നടന്നാൽ മതി എന്നുള്ളൊരു ചിന്തയിൽ. അപ്പം അങ്ങനെ ഒരു ചിന്തയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചിന്താഗതി തന്നെ ആദ്യം മാറണം. ഫസ്റ്റ് തന്നെ ഉറക്കം ഇമ്പോർട്ടൻ്റ് ആണ്. ജീവിതത്തിലെ മറ്റെന്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പോലെയും അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ദിവസത്തെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ ഉറക്കം എന്ന് പറയുന്നത്. അപ്പോൾ പ്രയോറിറ്റൈസ് യുവർ സ്ലീപ്പ്. ഇത് ഞാൻ പറയുന്നത് ഒട്ടും അത് ഉറങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇത്ര ചെറുതായിട്ടൊന്ന് ഉറങ്ങിയാൽ മതി, ഒന്ന് മയങ്ങി നീറ്റാൽ മതി, ഞാൻ ഓക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇതൊരു സ്കിപ്പിംഗ് മോഡിലേക്ക് പോകുന്ന ആൾക്കാരുടെ മൈൻഡ് സെറ്റിനെ പറ്റിയാണ്. അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ ആ ഉറക്കത്തോടടുക്കുമ്പോൾ നമ്മുടെ മെൻറ്റാലിറ്റിയൊക്കെ മാറും, ആ പ്രയോറിറ്റിയൊക്കെ മാറും. പ്രയോറിറ്റൈസ് യുവർ സ്ലീപ്പ്. ഫസ്റ്റ് തന്നെ നമ്മുടെ ബ്രെയിനിൽ ഫീഡ് ചെയ്യണം, ഉറക്കം ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് ഇത്ര സമയമാകുമ്പോൾ ഉറങ്ങണം, ഇത്ര സമയമാകുമ്പോൾ നീക്കണം, അതിനിടയിലുള്ള നല്ലൊരു ഉറക്കം കിട്ടണം എന്നുള്ളത് അത്രയും ഒരു പ്രയോറിറ്റിയിൽ കീപ്പ് ചെയ്യണം. ജീവിതത്തിലെ മറ്റെല്ലാ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളും പ്രയോറിറ്റി, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളായിരിക്കും ടോപ്പ് പ്രയോറിറ്റി. ആ ടോപ്പ് പ്രയോറിറ്റികളുടെ ഒപ്പം തന്നെ നിങ്ങളുടെ ഉറക്കം പ്രയോറിറ്റൈസ് ചെയ്യണം. അതാണ് ഇതിലെ ഏറ്റവും ആദ്യമായിട്ട് എടുക്കേണ്ട ഒരു സ്റ്റെപ്പ്. ഇനി രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ പ്രയോറിറ്റി ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും മിക്ക ആൾക്കാർക്കും ഒരു ഷെഡ്യൂൾ ഉണ്ടായിരിക്കില്ല, ഒരു പ്ലാൻ ഉണ്ടായിരിക്കില്ല, ഒരു സിസ്റ്റം ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഒരു കൺസിസ്റ്റൻറ്റ് സിസ്റ്റം, അത് നിങ്ങളുടെ ലൈഫിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ ഉറക്കം എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് ഉടനെ പറ്റും. ഒരു കൺസിസ്റ്റൻറ്റ് സ്ലീപ്പ് ഷെഡ്യൂൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ലൈഫിൽ എനിക്ക് പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോക്ക്ഡൗൺ സമയത്ത് ഞാൻ വേറൊരു ഷെഡ്യൂളിലേക്ക് മാറി. സ്ലീപ്പ് ഒരു പകൽ 3 മണി, ഉച്ച 1 മണി 2 മണി. അത് എനിക്ക് ലോക്ക്ഡൗണൊക്കെ മാറിയ ശേഷം, ജീവിത സാഹചര്യം മാറിയതിന് ശേഷം ആ പഴയ ഷെഡ്യൂളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോൾ അത് നമ്മളെ നന്നായിട്ട് ബാധിക്കും. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു കൺസിസ്റ്റൻറ്റ് സ്ലീപ്പ് ഷെഡ്യൂളാണ്. ഒരു സ്ലീപ്പ് ഷെഡ്യൂൾ നമ്മൾ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അത് നമ്മുടെ ലൈഫിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് തന്നെ സെറ്റ് ചെയ്ത് കൺസിസ്റ്റൻ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. അവിടെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. ഒരിക്കലും വലിയ ചേഞ്ചുകൾ വരാതെ ഒരു കൺസിസ്റ്റൻറ്റ് ടൈമിങ്ങിൽ പോയാൽ നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിൻ അത് പഠിക്കും. ഈ ഒരു സമയമായി കഴിഞ്ഞാൽ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു ഉറക്കം എന്നുള്ള ഒരു പ്രൊസീജിയറിലേക്ക് കൊണ്ടെത്തിക്കും. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആ ഷെഡ്യൂൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആഹാര രീതിയാണ്, നമ്മുടെ ഫുഡ്. ഇപ്പോൾ ഫുഡ് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ നമ്മുടെയൊക്കെ ലൈഫ് സ്റ്റൈൽ വെച്ച് നമ്മളൊക്കെ നൈറ്റ് ലൈഫിന് വളരെ ഭയങ്കരമായി നൈറ്റ് ലൈഫിലേക്കൊക്കെ കടന്നൊരു സമയമാണിപ്പോൾ. അപ്പോൾ നല്ല കുറച്ച് റീസെൻ്റ് ആയിട്ട്. അപ്പോൾ നൈറ്റ് ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വളരെ വൈകി നമ്മൾ വളരെ ലേറ്റ് നൈറ്റിൽ പോയി ഫുഡ് കഴിക്കുക, ഫുഡ് ആസ്വദിക്കുക, ഇതുപോലുള്ള ഒരു ലൈഫ് സ്റ്റൈലൊക്കെ വളരെ
ജനറലൈസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇപ്പോൾ ഫുഡിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരുപാടധികം വയറ് നിറച്ച ആഹാരം കഴിച്ച് ഉടനെ വന്ന് ഉറങ്ങുന്നത് മാക്സിമം ഒഴിവാക്കുക. അങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഡൈജസ്റ്റ് ആവാൻ സമയമെടുക്കും. അപ്പോൾ ഡൈജസ്റ്റ് ആവുന്നതിന് മുന്നേ നമ്മൾ ഉറങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡൈജഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അവിടെ വളരെ സ്ലോ ഡൗൺ ആവും. നമുക്കറിയാം, നമ്മുടെ ബോഡി ഒരു റിക്കവറി മോഡിലേക്ക് പോകുന്ന ഒരു സമയമാണ് ഈ ഉറക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഡൈജഷൻ അടക്കമുള്ള പ്രോസസ്സ് അവിടെ വളരെ സ്ലോ ആണ്. പിന്നീട് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഡൈജസ്റ്റ് ആവാത്ത ഒരു വയറ് വെച്ചാണ് നമ്മൾ നീക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പിറ്റേ ദിവസത്തെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഉറക്കത്തിൻ്റെ ക്വാളിറ്റിയെ നന്നായി ബാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഒരു ദിവസത്തെ നമ്മൾ ഉറങ്ങുന്നതിന് മുൻപുള്ള ഫുഡ് എന്ന് പറയുന്നതൊക്കെ. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള അധികമായിട്ടുള്ള കഫൈൻ്റെ ഉപയോഗം. കഫൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ കുടിക്കുന്ന കോഫി, ടീ, ഇതിലൊക്കെ കഫൈൻ അടങ്ങിയിട്ടുണ്ട്. കഫൈനൊക്കെ മാക്സിമം ഉച്ചയ്ക്ക് ശേഷം മാക്സിമം കുറച്ച്, അതുപോലെ തന്നെ മിനിമം ഒരു 1 ഹവറിന് മുന്നേ തന്നെ, കിടക്കുന്നതിൻ്റെ ഒരു 1 ഹവറിന് മുന്നേ തന്നെ ആഹാരമെല്ലാം, അത് ഒരുപാട് സ്റ്റൊമക്ക് ഫില്ലാവാൻ തരത്തിൽ ആഹാരമെല്ലാം ഒഴിവാക്കി എന്താ പറയുക, നമ്മൾ ഉറങ്ങാൻ പോവുക എന്നുള്ളതാണ്. പിന്നെ 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു റൂട്ടീൻ ഉണ്ടാക്കുക. ഒരു റൂട്ടീൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളതൊരു ഡെയിലി നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ എന്തെങ്കിലും ഒരു റൂട്ടീൻ കീപ്പപ്പ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഉറങ്ങുന്നതിന് മുന്നുള്ള റൂട്ടീനാണ് മൊബൈൽ ഫോൺ നോക്കുക എന്നുള്ളത്. മൊബൈൽ ഫോൺ നോക്കുന്നതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് ജനറലി അറിയാവുന്ന കാര്യമാണ്. മൊബൈലിൽ നിന്ന് വരുന്നത് ബ്ലൂ ലൈറ്റാണ്. ബ്ലൂ ലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിനെ ആക്റ്റീവായിട്ടിരിക്കാൻ ഏറ്റവും സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ ബ്ലൂ ലൈറ്റ്. ഒരുവിധം എല്ലാ സ്ക്രീനിൽ നിന്ന് വരുന്നത് ബ്ലൂ ലൈറ്റാണ്. നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ ബ്ലൂ ലൈറ്റിനോട് എക്സ്പോസ് ആയി കഴിഞ്ഞാൽ, നമ്മുടെ കണ്ണ് ബ്ലൂ ലൈറ്റിനോട് എക്സ്പോസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടില്ല. അപ്പോൾ അതാണ് ഈ മൊബൈൽ ഫോൺ ഉപയോഗത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ്. അതുപോലെ തന്നെ സ്ക്രീൻ എന്ന ഘടകം മാറ്റി നിർത്തിയാൽ, നമ്മൾ ഈ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയയിൽ ഒരുപാട് റീൽസ് പോലത്തെ ചെറിയ വീഡിയോസ് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ബ്രെയിൻ ഒട്ടും സെറ്റിലാവാതെ, അതിൻ്റെ ഒരു ക്വയറ്റ് ആൻഡ് പീസ്ഫുൾ എന്നുള്ള ഒരു ഇതിലേക്ക് സെറ്റിലാവാതെ അതൊരു അൺസെറ്റിലിംഗ് മോഡിലേക്ക് നമ്മുടെ ഉറക്കം പോസ്റ്റ്പോണായി ഡിലേ ആയി പോകുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തും. അപ്പോൾ മൊബൈൽ ഫോണിന് പകരം വേറൊരു റൂട്ടീൻ, ഇപ്പോൾ നമ്മളൊക്കെ ഒരു 10th വരെയെങ്കിലും ഒരു 10 വർഷം മുന്നേ, ഒരു 8 വർഷം മുന്നേ ആണെങ്കിൽ പോലും നമ്മൾ 10th സ്റ്റാൻഡേർഡ് 12th സ്റ്റാൻഡേർഡ് വരെയൊക്കെ നമ്മൾ ഈ ഫോൺ ഉപയോഗമൊന്നും, അറ്റ്ലീസ്റ്റ് കമ്പയറിങ് നൗ, ഫോൺ ഉപയോഗമൊന്നും ഇല്ലാതെ നമ്മൾ പഠിക്കാനിരിക്കുന്നൊരു സമയമായിരിക്കും രാത്രി എന്നൊക്കെ പറയും. അപ്പോൾ ഈ പഠിക്കാനിരിക്കുമ്പോൾ എനിക്കടക്കം വരുന്ന, എവിടുന്ന് വരുന്നു എന്നറിയില്ല, പഠിക്കാനിരിക്കുമ്പോൾ 2 അക്ഷരം വായിക്കുമ്പോൾ വരുന്ന ഒരു ഉറക്കമുണ്ട്. അത് മറ്റൊരു ഉറക്ക ഗുളികയ്ക്ക് പോലും കിട്ടാത്തൊരു എഫക്റ്റാണ് നമുക്ക് ഈ വായിക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ വായന പോലുള്ള റൂട്ടീൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ ഈ സ്ക്രീൻ ടൈം ഒഴിവാക്കി മറ്റെന്തെങ്കിലും ഒരു റൂട്ടീൻ. അപ്പോൾ വായന നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബോറിംഗ് ആണ്. അപ്പോൾ ബോറിംഗ് ആയ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്, ഒരു റൂട്ടീൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു സ്റ്റെപ്പായിട്ട്. അത് ഞാൻ ബേസിക്കലി എനിക്ക് നല്ലോണം വർക്കൗട്ട് ആയിട്ടുള്ളൊരു കാര്യമാണ്. വളരെ ബോറിംഗ് ആക്കുക. നമ്മൾ കിടക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂറോളം, നമ്മൾ ബെഡിലേക്ക് കിടന്ന് പിന്നെയുള്ളൊരു അരമണിക്കൂറോളം നമ്മൾ ഭയങ്കര ബോറിംഗ് ആക്കുക. പ്രത്യേകിച്ച് ഒന്നുമില്ല, ചുമ്മാ എന്തെങ്കിലും ആലോചിച്ച് കിടന്നാൽ പോലും ഭയങ്കര ബോറിംഗ് ആണ്. ഓട്ടോമാറ്റിക്കലി നമ്മളറിയാതെ തന്നെ സ്ലീപ്പിലേക്ക് പോയിക്കോളും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങളെ സ്ലീപ്പ് എന്ന് പറയുന്നതിനെ മാക്സിമം ഫിക്സ് ചെയ്ത്, അതിനെ പ്രയോറിറ്റൈസ് ചെയ്ത്, നമ്മൾ സ്ലീപ്പിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ
അത് നമുക്ക് വളരെ ഒരു സൂപ്പർ പവർ പോലെ നമുക്ക് ആക്റ്റീവ് ആവും. നമുക്ക് പിന്നീടുള്ള നമ്മുടെ പിറ്റേ ദിവസം നമ്മൾ ആക്റ്റീവായിരിക്കേണ്ട സമയം വളരെ നന്നായിട്ട് നമുക്ക് ആക്റ്റീവായിട്ടിരിക്കാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഹെൽത്ത്, നമ്മുടെ ഓർമ്മശക്തി, പിന്നെ നമ്മുടെ മസിൽ റിക്കവറീസ്, ഇതുപോലെ പല ആട്രിബ്യൂട്ട്സും ഇമ്പ്രൂവ് ആക്കാനും പിന്നെ മെച്ചപ്പെടുത്താനുള്ള ഒരു കഴിവ് ഈ ഉറക്കം എന്ന് പറയുന്നൊരു പ്രോസസ്സിനുണ്ട്. നമ്മുടെ ലൈഫിനെ ഏറ്റവും ബെറ്റർ ആക്കി കൊണ്ടുവരാനുള്ള അത്രയും കേപ്പബിലിറ്റി ഉള്ളൊരു പ്രോസസ്സാണ് ഈ ഉറക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഉറക്കം എന്ന് പറയുന്നതിൻ്റെ ആ ഒരു സൂപ്പർ പവർ മനസ്സിലാക്കിക്കൊണ്ട് ഉറക്കത്തെ ഫിക്സ് ചെയ്യുക, അല്ലെങ്കിൽ നന്നായി ഉറങ്ങുക എന്നുള്ളതാണ് നമുക്ക് നമ്മളോട് തന്നെ, എന്നെ അപേക്ഷിച്ച് എനിക്ക് എന്നോട് തന്നെ ഏറ്റവും ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് നന്നായിട്ട് ഉറങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ഉറക്കത്തെക്കുറിച്ചുള്ള ഒരു ബേസിക് കൺസെപ്റ്റും, അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഉറക്കം നമുക്ക് എങ്ങനെ ഒരു സൂപ്പർ പവറായി ആക്ട് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയും, അതുപോലെ തന്നെ ഉറക്കം ഫിക്സ് ചെയ്യാനുള്ള അറ്റ്ലീസ്റ്റ് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സും ഞാൻ ഷെയർ ചെയ്യും. യൂസ്ഫുള്ളായിട്ട് തോന്നിയെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ തന്നെ വരും വീഡിയോസിൽ ഇതുപോലെ തന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഓക്കെ, സോ ഫൈനലായിട്ട് ഉറക്കത്തെക്കുറിച്ച് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കോട്ട് ഞാൻ വായിച്ചതാണ്. ഫിക്സ് യുവർ സ്ലീപ്പ് ആൻഡ് ലെറ്റ് ഇറ്റ് ഫിക്സ് എവറിത്തിങ് എൽസ്. ഉറക്കത്തെ ശരിയാക്കുക, നന്നായിട്ട് ഉറങ്ങുക, അത് ബാക്കിയുള്ളതിനെ എല്ലാത്തിനും ഫിക്സ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഗൈസ്, നെക്സ്റ്റ് വീഡിയോ